Hi, hello, welcome back to another brand new episode of Mila Golden Diamonds Presents Correct You with Serena, powered by World Brands. Welcoming our guest for the day, the singer, actress, Abhay Hiranmai to the show. Welcome, Chechi. Thank you so much. Such a pleasure. How are you doing? I'm good. How are you? I'm very well. അപ്പം ആദ്യം തന്നെ ഞാൻ ചോദിക്കട്ടെ, പണി അതാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യം. ഹൗ വാസ് ദി എക്സ്പീരിയൻസ് ആക്ടിങ് സ്റ്റെപ്പിംഗ് ഇൻ ടു എ ന്യൂ കാരിയർ, ഐ മസ്റ്റ് സേ? It was good. എല്ലാം കൊണ്ടും എനിക്ക് നല്ലതേ സംഭവിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് പണി ഈസ് ഓൾവേസ് എ മെമ്മറബിൾ തിങ് ദാറ്റ് ഐ വിൽ നെവർ ഫോർഗെറ്റ് ഇൻ മൈ ലൈഫ്. എൻ്റെ ഷൂട്ടാണെങ്കിലും അതിൻ്റെ ഒരു പ്രോസസ്സ് ഒരു 1.5 year അത് ഷൂട്ട് ചെയ്തു. ദ ഹോൾ മൂവി ഒരു 2 years 2.5 years ഉണ്ടായിരുന്നു. സോ പണി ഈസ് ഓൾ ടുഗെദർ ഇറ്റ്സ് എ ബിഗ് തിങ് ഹാപ്പൻഡ് ഇൻ മൈ ലൈഫ്. എങ്ങനെയാണ് അത് ആ ക്യാരക്ടറിലേക്ക് വന്നത്? ജോഷേട്ടൻ എങ്ങനെയാണ് വിളിച്ചത്? ജോജു ആദ്യം എന്നെ ഫോണിൽ വിളിച്ചിട്ട്, ജോജു അല്ല, ദി പ്രൊഡക്ഷൻ കൺട്രോളർ എന്നെ വിളിച്ചിട്ടൊന്ന് പറഞ്ഞു ജോജുവിന് അഭിനയ കാസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്. എഗൈൻ ഐ ആസ്ക്ഡ് വെദർ ഐ ആം ദ വൺ. ശരിക്കും ജോജു പറഞ്ഞതാണോ എന്ന് ചോദിച്ചു ഞാൻ. ഇല്ല, ജോജു സ്പെസിഫിക്കലി പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി, ഞാൻ വന്ന് ട്രയൽ ചെയ്ത് നോക്കും, കോസ്റ്റ്യൂം ട്രയൽ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. ജോജുവിനെ കണ്ട് കോസ്റ്റ്യൂം ട്രയൽ കഴിഞ്ഞതിന് ശേഷം ഞാൻ ചോദിച്ചു, ലൈക്ക് ഇഫ് ഇറ്റ് ഈസ് നമ്മുടെ രണ്ടുപേരെ സമയം മോശപ്പെടുത്തണ്ട, ഇത് ഓക്കെ അല്ലെങ്കിൽ നമ്മൾ കുഴപ്പമില്ല. അനദർ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ വിച്ച് അട്രാക്റ്റഡ് മീ ടു പണി ഈസ് വേണു സാർ. വേണു ISC എന്ന് പറയുന്ന പേര് നമുക്ക് ജീവിതത്തിൽ കിട്ടാവുന്ന ഭാഗ്യങ്ങളൊന്നാണ്. അപ്പോൾ അതും മിസ് ചെയ്യണ്ടെന്നും കൂടെ വിചാരിച്ചു. അപ്പോൾ ജോജുവിനോട് ഞാൻ പറഞ്ഞത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. ജോജു പറഞ്ഞു, പിന്നെ ജോജുവിനോട് പറഞ്ഞു പേടിപ്പിക്കരുത്, എന്നെ വഴക്ക് പറയരുത്, കാരണം ഒരു വകയും അറിയത്തില്ല. അപ്പോൾ പറഞ്ഞു ഇല്ല, അപ്പോൾ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. സോ വേണു സാർ ഉണ്ടായിരുന്നു, അജയൻ അഡാട്ടുണ്ടായിരുന്നു. രസമായിട്ട് പോയി ഷൂട്ട്, നല്ല രസമായിട്ട്. എനിക്ക് കുറച്ച് അധികം ദിവസം ഉണ്ടായിരുന്നു. ബട്ട് അഗെയിൻ എവറിത്തിങ് ഗോസ് ഹാപ്പിലി ആൻഡ് സ്മൂത്ത്ലി വെന്റ് നൈസ്ലി. അത് എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു ഒരു ഔട്ട്ലുക്ക്, ദ ടു പിയേഴ്സിംഗ്സ് ദാറ്റ് യു ഹാവ്, ഭയങ്കര ഒരു പേഴ്സണാലിറ്റി ഫീൽ ചെയ്തു ആ ഒരു മൂവി ക്യാരക്ടറിലേക്ക് വരുമ്പോൾ തന്നെ. ഒരു ബോൾഡ് ക്യാരക്ടർ അല്ലേ? ഇറ്റ്സ് എ വെരി ബോൾഡ് ക്യാരക്ടർ ആൻഡ് യെറ്റ് സട്ടിൽ ക്യാരക്ടറാണ്. ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള സ്ത്രീയാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഡയലോഗ് പറഞ്ഞ്, അതായത് ആദ്യം സെറ്റിൽ വരുന്ന സമയത്ത് ഫസ്റ്റ് ദിവസം ജോജു എന്നോട് ചോദിക്കുന്നുണ്ട്, അഭയ ഇങ്ങനത്തെ ഡയലോഗ് അഭയ ഇങ്ങനെ സംസാരിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാണുന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടറുള്ള സ്ത്രീകളൊക്കെ വളരെ പവർഫുൾ ആയിട്ടുള്ള, ഇങ്ങനെ ഭയങ്കര ധാർഷ്ട്യത്തോടെ സംസാരിക്കുന്ന സ്ത്രീകളെയാണല്ലോ. ഡയലോഗ്സ് ഉറക്കെ പറയുന്ന, എവിടെടാ നീ അവിടെടാ അങ്ങനെയൊക്കെ സംസാരിക്കുന്നതാണല്ലോ. അപ്പം ഞാൻ ആ രീതിക്കാണ് ആദ്യമേ തുടങ്ങിയത്. ആൻഡ് അഗൈൻ ഐ ഹാവ് എ പ്രോബ്ലം, ലൈക്ക് പ്രോബ്ലം എന്നുള്ളതല്ല, എനിക്ക് ഒരു എപ്പോഴും ഒരു പേടി എന്നുള്ളത് നമ്മുടെ വോയിസ് അധികം ഒരു ആസ് എ സിംഗർ എന്നുള്ള രീതിക്കും കൂടെ എൻ്റെ വോയിസ് അധികം എനിക്ക് സ്ട്രെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് പടം ചെയ്യണോ വേണ്ടിയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ. ഐ വാസ് സോ റിലക്റ്റന്റ് ടു ഡു ദിസ്. വന്നിട്ട് കിടന്ന് അലറേണ്ടി വരുമോ, അത് ചെയ്യേണ്ടി വരുമോ, ഇത് ചെയ്യേണ്ടി വരുമോ എന്നൊക്കെയുള്ളൊരു പേടിയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ജൂജു ഡയലോഗ് ഡെലിവറി പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം തുടങ്ങിയത് ഹൈ പിച്ചിൽ നിന്നാണ്. അപ്പോൾ ജൂജു പറഞ്ഞു ഇനിയും കുറയ്ക്കുക, അങ്ങനെ പറഞ്ഞു ഇനിയും കുറയ്ക്കുക എന്ന് പറഞ്ഞിട്ട് ഏറ്റവും താഴ്ന്ന, അതായത് വളരെ സട്ടിലായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. പക്ഷെ ആ സട്ടിലിറ്റിയിലൊരു പവർഫുൾനെസ്, അതായിരുന്നു ആ ക്യാരക്ടർ. ആ ഒരു സട്ടിലിറ്റി ആയിരുന്നു ക്യാരക്ടർ എന്ന് പറയുന്നത്. അതെ, ആ ബ്രേക്ക് ആവുന്നത് ആ ഒരു സൈഡും കാണിക്കാൻ പറ്റി എന്നുള്ളതാണ്. ബ്രേക്ക് ആവുന്നത് ആ ഒരു പെർട്ടിക്കുലർ സെക്കൻഡ് ഹാഫിന്റെ പോർഷനിലുമാണ്. അത് ആ ഒരു ദിവസം മാത്രമേ എനിക്കൊരു സ്ട്രെയിൻ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ സിംഗ് സൗണ്ടും കൂടെ ആയിരുന്നുണ്ട്. അത് സ്ട്രെയിൻ എന്ന് ഞാൻ പറയില്ല, അതൊരു എന്താ പറയുക, ഒരു മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒരു സ്ട്രെയിൻ ഉണ്ടായ ഒരു കുറച്ചൊരു ടൈം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതും ഫസ്റ്റ് ടേക്കിൽ തന്നെ എനിക്ക് ഓക്കെ ആയ സാധനങ്ങളാണ് ജോജു വച്ചിരിക്കുന്നത് മുഴുവനും. അപ്പോൾ ഒരു 4-5 ടേക്ക് എടുത്തിട്ടുണ്ടെങ്കിലും എല്ലാ ടേക്സും ഞാൻ പോയി കണ്ട് അത് ഫസ്റ്റിലുള്ള ആ ഒരു ഫ്രഷ്നെസ് ഉള്ള ടേക്കാണ് മുഴുവൻ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഓൾ ടുഗെദർ ഇറ്റ്സ് എ beautiful journey. Wonderful. When it comes to the name Abhaya Hiranmai, എനിക്ക് പെട്ടെന്ന് ഐ തിങ്ക് ഓൾ ഓഫ് us will have that ഒരു പവർ വുമൺ വൈബ് ആ ഒരു പേര് കേൾക്കുമ്പോൾ. Is this ഒരു സ്റ്റേജ് നെയിം ആണോ? Was this your certificate name? It's not my meaning?
It's not my certificate name. My certificate name is Abhaya Mohan Latika എന്നുള്ളതാണ്. ബട്ട് ഫ്രം മൈ ചൈൽഡ്ഹുഡ് ഈ അഭയ ഹിരൺമയി എന്നുള്ള പേരും ജ്യോതിർമയി ഇസ് മൈ സിസ്റ്റർ വരദ ജ്യോതിർമയി. ഇപ്പോൾ ഈ രണ്ട് പേരും അമ്മ ഇട്ട പേരാണ്. ഓക്കെ. അപ്പോൾ അതുണ്ട്. സോ വെൻ ഐ കം ടു ദി യുനോ ഇത് മെയിൻ സ്റ്റേജ് ഇതിൽ വന്ന സമയത്ത് ഐ തോട്ട് അഭയ ഹിരൺമയി എന്ന് ഇടാമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തതാണ്. അമ്മയുടെ പേര് തന്നെയാണ്, അത് ഞാനൊരു സ്റ്റേജ് നെയിം ആക്കി മാറ്റി എന്നുള്ളത്. വെരി വണ്ടർഫുൾ. ബിക്കോസ് അത് കേൾക്കുമ്പോൾ തന്നെ ഇറ്റ്സ് ലൈക്ക് ടു നെയിംസ് ഇല്ലാതെ അല്ലെ, അഭയ എന്ന് ആരെയും വിളിക്കാറില്ലല്ലോ, അഭയ ഹിരൺമയി അല്ലേ. പഴയ സുഹൃത്തുക്കളൊക്കെ അഭയ എന്ന് തന്നെയാണ് ഇപ്പോഴും വിളിക്കുന്നത്. ബട്ട് റൈറ്റ് നോ എല്ലാവരും അറിയുന്നത് ഹിരൺ അല്ലെങ്കിൽ അഭയ, ഹിരൺമയി അങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത്. അതെ അതെ. When it comes to music, you came as a singer. It's been almost a decade, അല്ലേ? Yes. മൂവി ഇൻഡസ്ട്രിയിലേക്ക് വന്നത്. So how did your career start? Career started in a beautiful way. ഒരു 10 years ബാക്ക് ഞാൻ നാക്കുപ്പൻ്റെ നാക്കൂട്ടാക്ക എന്ന് പറയുന്ന പാട്ടാണ് ആദ്യം ഞാൻ പാടുന്നത് മലയാളത്തിൽ. അതിനു മുന്നേ ഞാൻ തെലുഗു ആണ് ആദ്യം റെക്കോർഡ് ചെയ്യുന്ന, എൻ്റെ വോയിസ് റെക്കോർഡ് ചെയ്യുന്ന തെലുഗു. നാക്കുപ്പൻ്റെക്ക് ശേഷമാണ് തെലുഗു റിലീസാവുന്നത്. നാക്കുപ്പൻ്റെ നാക്കുട്ടാക്ക എന്ന് പറയുന്ന പടത്തിൽ 2 പാട്ട് പാടി. അതിനുശേഷം ഒരു പർട്ടിക്കുലർ ഗ്യാപ്സിൽ ഈ പാടിയ പാട്ടുകളൊക്കെ ഹിറ്റാണ്. ഫോർച്ചുനേറ്റ്ലി ഇനഫ് ഒന്ന് കാർത്തിക്കിൻ്റെ കൂടെ അങ്ങനെ പാടിയ പാട്ടുകളൊക്കെ അറിയുന്ന പാട്ടുകളാണ്. സോ ഓൾമോസ്റ്റ് ഒരു ഡെക്കേഡിലൊരു നമ്പർ ഓഫ് സോങ്സ് ഇസ് ലെസ്, ബട്ട് ദെൻ ഓൾ സോങ്സ് ആർ ഹിറ്റ്. People remember the songs that you sang. So when it comes to music, എന്താണ്, what kind of music do you listen to? I listen to all kind of music. അങ്ങനെ ഒരു ബാരിയർ ഇല്ല, ഒരു ജോണറിലും ഞാൻ സ്റ്റക്ക് അല്ല. ബിക്കോസ് ആസ് എ മ്യൂസീഷ്യൻ വി ഹാവ് ടു ഹിയർ all kinds of music. That is how അങ്ങനെയാണ് സ്റ്റഡി ചെയ്യുക നമ്മൾ. എല്ലാത്തിലുമുള്ളൊരു ഇൻസ്പിറേഷൻ, എല്ലാത്തിലുള്ള ഒരു ജ്ഞാനം നമുക്ക് ഉണ്ടാവണം. നമ്മൾ എന്നാലേ നമുക്ക് മ്യൂസിക്കിൽ അത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, അതെങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇപ്പൊ സാഡ് ആയിട്ടിരിക്കുമ്പോ ഇപ്പൊ ഞാനാണെങ്കിൽ ഞാൻ എന്റെ മൂഡ് സാഡ് ആണെങ്കിൽ ഞാൻ സാഡ് സോങ് കേൾക്കും, അല്ലാതെ ഹാപ്പി സോങ് കേട്ട് ഞാൻ എന്റെ മൂഡ് മാറ്റാൻ ഞാൻ നോക്കത്തില്ല. കൂടുതൽ ഇരുന്ന് കരയണം എന്ന് വിചാരിച്ച് ഞാൻ സങ്കടമുള്ള പാട്ട് അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ? പൊതുവേ ഞാൻ സാഡായിട്ടിരിക്കുമ്പോൾ ഞാൻ ആ ഇമോഷനെ അങ്ങനെ അതിനെ ഒന്നും ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഞാൻ സമ്മതിക്കാറില്ല. കൂടിപ്പോയാൽ ഞാൻ പോയി TV കാണും. അതും എന്തെങ്കിലും ഒരു സീരീസ് ഇട്ട് കണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും, അല്ലെങ്കിൽ ഐ പ്ലേ വിത്ത് മൈ ഡോഗ്സ്, ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ പാട്ട് കേട്ടോ അല്ലെങ്കിൽ ആ ഒരു ഇമോഷനെ മാറ്റാൻ ഞാൻ ശ്രമിക്കാറില്ല. അതങ്ങനെ സസ്റ്റെയിൻ ചെയ്ത് അതങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ അങ്ങ് പോവും. അത് അങ്ങനെയാണ് ഞാൻ അലോ ചെയ്യാറുള്ളത്. ഈവൻ ഇഫ് ഹാപ്പിനെസ് അല്ലെങ്കിൽ സാഡ്നെസ് അതങ്ങനെയാണ് ചെയ്യാറുള്ളത്. പിന്നെ മൂഡ് ഷിഫ്റ്റിങ്ങിന് വേണ്ടിയിട്ടും ഞാൻ പാട്ട് കേൾക്കാറില്ല. ഇറ്റ്സ് ഓൾവേസ് ദ സ്റ്റഡി ദാറ്റ് ഐ ഹാവ്. ഇറ്റ്സ് ഓൾവേസ് മ്യൂസിക് അറൗണ്ട് മീ. അപ്പോൾ എനിക്ക് കേൾക്കുന്നതും കാണുന്നതും അവിടെ ഇരിക്കും. ഇപ്പോൾ ഒരു ഈ AC-യുടെ ശബ്ദം പോകുന്നതും എനിക്ക് എൻ്റെ തലയിൽ കൂടെ ഇങ്ങനെ ഒരു ഇത് പോകുന്നുണ്ട്, ഒരു ക്ലിക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതും എനിക്ക് മ്യൂസിക്കാണ്. അതൊക്കെ എനിക്ക് തോട്ടിൽ വരും. ഒബ്സർവേഷൻ ഇതെല്ലാം ഭയങ്കര കീൻ ആണ് അല്ലേ? ഐ ഹാവ് ടു ബി കീൻ. And the music trends now, it's evolving like crazy, അല്ലേ? ഇന്ന് വരുന്ന ട്രെൻഡ് അല്ല നാളെ വരുന്ന, and the type of songs are also like so extremely different. അപ്പം what do you have to say for that? It's good. ഒന്നാമത്തെ കാര്യം, മലയാള സിനിമയുടെ ഒരു വളർച്ച, ഇപ്പോൾ സിനിമ സംഗീതം എടുത്തു നോക്കുകയാണെങ്കിൽ അതിനൊരു വളർച്ച ഒരു ഭയങ്കരമായിട്ടൊരു നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലൊരു വളർച്ചയാണ്. കാരണം നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല മലയാളം സിനിമയിൽ റാപ്പിൻ്റെ ഒരു പ്രാധാന്യം ഇത്രയും മാത്രം ഉണ്ടാവും എന്നുള്ളത്. നമ്മളെപ്പോഴും ആലോചിക്കുന്നത് ഓക്കെ ഇറ്റ്സ് ഓൾവേസ് ഇൻ ദി ബോളിവുഡ് ഓർ ഇൻ ദി അല്ലെങ്കിൽ റാപ്പേഴ്സ് ഇൻ ദ വെസ്റ്റേൺ കൺട്രീസ്. അതൊക്കെയാണ് നമ്മൾ ചിന്തിച്ചിട്ടുള്ളൂ. മലയാളം പോലൊരു ഇൻഡസ്ട്രിയിലും അത് ഇത്രയും ചെറിയ ഇൻഡസ്ട്രിയിൽ റാപ്പേഴ്സ് വന്നിട്ട് അവർ പെർഫോം ചെയ്ത് അവരൊരു മേഖല തന്നെ കൈയടക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് അൺബിലീവബിളി ബ്യൂട്ടിഫുൾ, അൺബിലീവബിളി അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. ഓരോ പേരെടുത്ത് പറയുകയാണെങ്കിലും അവർക്ക് എല്ലാവർക്കും കണ്ടൻസ് ഉണ്ട്, അവരുടേതായ കണ്ടൻസ് വൃത്തിയായി അവർ പറയുന്നത് കൊണ്ടാണ് അവിടെ റാപ്പിംഗ് ഇപ്പോഴത്തെ ജനറേഷൻ അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള ജനറേഷൻ അക്സെപ്റ്റ് ചെയ്യുന്നത്. കാരണം നമ്മൾ സമൂഹം കുറച്ചും കൂടെ ഓപ്പണായിട്ട് സിനിമകളെടുത്താൽ തന്നെ അറിയാം. നമ്മൾ പണ്ട് തൊട്ടേ സിനിമകളുടെ ഒരു കൾച്ചർ ബാക്കിയുള്ള ഇൻഡസ്ട്രിയിൽ നിന്ന് കൃത്യമായിട്ട് വളരെ അപ്ഗ്രേഡഡ് ആയിട്ടുള്ള ഫിലിംസാണ് നമ്മൾ എല്ലാ കാലത്തും എടുത്തുകൊണ്ടിരുന്നത്. ഇടയ്ക്ക് ചില സമയത്ത് ഒരു 10 വർഷമൊക്കെ നമ്മൾ ഉഴപ്പ് സിനിമകൾ എടുത്തിട്ടുണ്ട്. പക്ഷേ സിനിമകൾ എപ്പോഴും വളരെ ഫോർവേഡായിട്ടുള്ള സിനിമകളാണ് എടുത്തിട്ടുള്ളത്. ആ സിനിമയെ അംഗീകരിക്കാൻ പറ്റുന്ന അതേ ജനത തന്നെ ഈ പാട്ടുകളും അംഗീകരിക്കുന്നു, അതിൻ്റെ കണ്ടൻസും അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോൾ
അത് സ്വാഭാവികമായി അവർ അംഗീകരിക്കും. അത് ഈ റാപ്പിംഗ് കൾച്ചർ വന്നപ്പോൾ അത് താമസിച്ചു പോയി എന്ന് വേണം പറയാൻ. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇൻഡസ്ട്രി ഇസ് ഗെറ്റിംഗ് ബിഗ്ഗർ. അവർക്കും ഒരു സ്പേസ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്. മലയാളം ഇൻഡസ്ട്രി, മ്യൂസിക് ഇൻഡസ്ട്രി ആണെങ്കിലും ഫിലിം ഇൻഡസ്ട്രി ആണെങ്കിലും ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. When it comes to stage performance, ഇതിപ്പോ എപ്പോഴും ട്രാവലിംഗ് ഉണ്ട്. What are the challenges that you usually face? എന്തെങ്കിലും അങ്ങനെ ഓർക്കുമ്പോ, or maybe some memory that you want to share from your stage? നമ്മളൊരു 100 സ്റ്റേജ് കഴിഞ്ഞിട്ട് 101ാമത്തെ സ്റ്റേജിൽ പോയി നിന്ന് കഴിഞ്ഞാലും ഫസ്റ്റ് കയറുന്ന ആ ഒരു മൊമെന്റ്, അവരെ ഫേസ് ചെയ്യുന്ന ഒരു മൊമെന്റ് എന്ന് പറയുന്നത് നമുക്ക് നെഞ്ചിടിപ്പ് ഉണ്ടാവുന്ന മൊമെന്റ് തന്നെയാണ്. എപ്പോഴും കയറുന്ന ഫസ്റ്റ് ടൈം പോലെ തന്നെ ആയിരിക്കും ഒരു ഫീൽ. ഫസ്റ്റ് ടൈം, എക്സാക്ട്ലി ഫസ്റ്റ് ടൈം തന്നെയാണ്. ഇവൻ എന്താ ചെയ്യുക, ആൾക്കാരെന്താ വിചാരിക്കുക, ആൾക്കാരെന്താ പറയുക, പോവോ മറ്റു ചെയ്യോ മറിച്ച് ചെയ്യോ. പക്ഷെ അവിടുത്തെ ആ ഒരു ഇൻസ്റ്റൻസ് അനുസരിച്ചിട്ട്, അവിടെ സാഹചര്യം അനുസരിച്ചിട്ട് എപ്പോഴും ആൾക്കാർ നന്നായിട്ട് ബിഹേവ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഏത് സ്റ്റേജിൽ കയറുന്ന ആ ഒരു ഫസ്റ്റ് മൊമെന്റ് എപ്പോഴും വളരെ വളരെ രസമുള്ള മൊമെൻ്റാണ്. ഭയങ്കര പേടിയുള്ള മൊമെൻ്റ്. അത് കഴിഞ്ഞൊരു 5 minutes to 10 minutes കഴിഞ്ഞ് ഒരു പാട്ട് പാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഭയങ്കര കോൺഫിഡൻസ് ട്രാക്കിലാവും. സ്റ്റേജ് ആണോ സിനിമയാണോ ഇഷ്ടം? രണ്ടും അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ചൂസ് ചെയ്യാൻ്റെ കാര്യമുണ്ടെന്ന് തോന്നില്ല എനിക്ക്. രണ്ടും എനിക്കിഷ്ടമാണ്. രണ്ടും നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. അത് കുറച്ചും കൂടി ഒരു എനർജി കിട്ടുന്ന, പെട്ടെന്ന് റിയാക്ഷൻ കിട്ടുന്നത് സ്റ്റേജിൽ നിന്നാണ് എന്നുള്ളത് കൊണ്ട് ഇഫ് ഐ വോണ്ട് ടു സ്റ്റേ ഐ ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഇസ് സ്റ്റേജ്. ബട്ട് ദെൻ ഞാൻ മറ്റതും ആസ്വദിക്കാറുണ്ട്. ഓരോന്ന് പാടിക്കഴിഞ്ഞിട്ട് കേൾക്കുന്നതും ഒക്കെ എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ പാട്ടെന്ന സിനിമയിലെ പാട്ടെന്ന് പറയുമ്പോൾ ലൈഫ് ലോങ് അത് ആൾക്കാർ കേൾക്കുന്ന കൂടി കാര്യമാണ്. സ്റ്റേജ് എന്ന് പറയുമ്പോൾ ആ ഒരു ഇൻസ്റ്റന്റ് റിയാക്ഷൻ ആണ്. മറ്റത് നമ്മൾ പാടിക്കഴിഞ്ഞിട്ട് ഒരു വരി പാടിക്കഴിഞ്ഞിട്ട് അത് തിരിച്ച് നമുക്ക് കേൾപ്പിച്ച് തരുമ്പോൾ ഉണ്ടാകുന്നൊരു നമ്മുടെ ശബ്ദം. ഒരിക്കലും ഞാൻ എൻ്റെ പാട്ടുകൾ റേഡിയോയിൽ കേട്ടാലും മറ്റത് ഞാൻ എന്താ പറയുക, അല്ലാണ്ട് പാട്ട് ഇട്ട് ഞാൻ പോവാറില്ല. ലൈക്ക് എൻ്റെ ശബ്ദം ഞാൻ കേൾക്കാറില്ല. അത് എന്താണെന്ന് എനിക്ക് അറിയില്ല. എനിക്ക് ബോറടിക്കും എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ. ഇപ്പോൾ സ്റ്റേജിൽ കയറി പാടാൻ വേണ്ടിയിട്ട് എൻ്റെ പാട്ട് പഠിക്കണമെന്ന് പറയുമ്പോഴൊക്കെ ഞാനത് പാട്ട് കേൾക്കാറുള്ളൂ. അല്ലെങ്കിൽ വളരെ റാൻഡമായിട്ട് ആരെങ്കിലും, അതറിയില്ല ഞാനിങ്ങനെയാണ് എന്നുള്ളതാണ്. പീപ്പിൾ ആർ ഒബ്സസ്ഡ്, അല്ല സിംഗേഴ്സ് ആർ ഒബ്സസ്ഡ് വിത്ത് ദിയർ വോയിസ്. അത് അങ്ങനത്തെ സിംഗേഴ്സും ഉണ്ട്. പക്ഷെ ഐ യൂഷ്വലി ഡോണ്ട് ഡു ദാറ്റ്. No, I don't listen to my songs. Really? I don't listen. So when it comes to life, Abhay Hiranmi as a person, എങ്ങനെയാണ് when it comes to life, like in friendships or relations or life in general, are you a giver or a taker? I am always a giver, I believe. ഭയങ്കര വളരെ അധികം ഗിവറാണ് ഞാൻ. അപ്പോൾ ഐ ട്രൈ ടു കൺട്രോൾ മൈ ഗിവിങ് കപ്പാസിറ്റി. അല്ലെങ്കിൽ ആ ഒരു നമ്മളെപ്പോഴും അത് തിരിച്ചറിയണമല്ലോ. ഒരു ഗിവിങ് കൊടുക്കുന്നത് അതിൻ്റെ ഒരു ലിമിറ്റേഷൻസ് എപ്പോഴും നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഐ എം ഓൾവേസ് എ ഗിവർ. പിന്നെ ഒത്തൻറ്റിക് ആയിട്ടിരിക്കുന്ന ഫ്രണ്ട്സ്, ഇപ്പോൾ വിത്ത് മൈ ഫ്രണ്ട്സ് ആർ വിത്ത് എവ്രി വൺ ഐ വിൽ ബി ഒത്തൻറ്റിക്. ജെന്യുവനായിട്ട് എപ്പോഴും ആൾക്കാരോട് ബിഹേവ് ചെയ്യാറുള്ളൂ. അതെൻ്റെ ആവശ്യമാണ്. അത് ഞാൻ അങ്ങനെയാണ്. അതെൻ്റെ മേഖലകളിൽ, ഞാൻ പ്രവർത്തിക്കുന്ന മേഖലകളിലും അങ്ങനെ അത് പ്രതിപാദിക്കും. ഇപ്പം ഞാൻ പാടുന്ന പാട്ടിനാണെങ്കിലും ആ ഒരു ഒത്തൻറ്റിസിറ്റി എനിക്ക് വേണം. അത് ഞാൻ ഒത്തൻറ്റിക് ആയിരുന്നാൽ മാത്രമേ എൻ്റെ പാട്ടിനും ആ ഒത്തൻറ്റിസിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഗിവ് ചെയ്തിട്ട് പണി കിട്ടിയിട്ടുണ്ടോ? ഡെഫിനറ്റ്ലി ഗിവ് ചെയ്തിട്ട് പണി കിട്ടിയിട്ടുണ്ട്. അതങ്ങനെ ഗിവ് ചെയ്തിട്ട് പണി കിട്ടുമ്പോഴാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ എപ്പോഴും ഗിവർ മാത്രം ആവരുത്. വി ഹാവ് ടു ടേക്ക് കെയർ ഓഫ് അവർ സെൽസ് എന്നൊരു തോന്നൽ ഉണ്ടാവുന്നത് അതുകൊണ്ടാണല്ലോ. നമ്മൾ ഗിവർ ആവുന്നത് കൊണ്ട് നമുക്ക് പണിയെ കിട്ടുള്ളൂ. അതിന് നമ്മൾ ബോധപൂർവം എത്രമാത്രം ഒരാൾക്ക് കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ചൊരു കൃത്യമായിട്ടുള്ള ബോധ്യം നമുക്ക് എപ്പോഴും എല്ലാ കാലത്തും ഉണ്ടായിരിക്കണം. നമ്മളൊരു ഭയങ്കര ഗിവറാണെന്ന് പറയുന്നത് ഒരു പ്രൗഡായിട്ടുള്ള കാര്യമല്ല. സെൽഫായിട്ട് നമുക്ക് ടേക്ക് കെയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മൾ ഗിവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് എടുക്കുന്നവൻ അതിൻ്റെ ഒരു ലിമിറ്റേഷൻ അറിയില്ല. എടുക്കുന്നവന് എത്രമാത്രം അതെടുക്കാമെന്നുള്ളത് അത് അവരുടെ പ്രശ്നമല്ല. ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എല്ലാവരും എടുക്കും. നമ്മളെ ഈവൻ അവർ പാരൻസ് വിൽ ടേക്ക് us ഫോർ ഗ്രാൻഡഡ്. ഐ വിൽ ടേക്ക് പീപ്പിൾ ഫോർ ഗ്രാൻഡഡ്. ഇറ്റ്സ് നോട്ട്, ഇതൊരു മ്യൂച്വൽ ആയിട്ടുള്ള കാര്യമാണ്. അതിനൊരു ലിമിറ്റേഷൻ എപ്പോഴും തീരുമാനിക്കേണ്ടത് കൊടുക്കുന്ന ആളായിരിക്കണം. സോ എപ്പോഴും കൊടുക്കുന്നത് കൊണ്ട് പണി കിട്ടിയിട്ടേ ഉള്ളൂ. അത്
അപ്പം that's fine. എന്താ ദാറ്റ്സ് ഫൈൻ. That's not fine. ഫൈൻ എന്നുള്ളതല്ല, അത് മനസ്സിലാക്കണം എന്നുള്ളതാണ്. അത് മനസ്സിലാക്കിയിട്ട് what do you do for the next time? കൺട്രോൾ ചെയ്തിട്ട് എവിടെ നമ്മൾ ബോർഡർ വെച്ചിട്ട് എവിടെ നമ്മുടെ ബൗണ്ടറി സെറ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ച് സെറ്റ് ചെയ്ത് അവരോട് സംസാരിച്ച് ഇതിങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ഇത്ര എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ഇതുകൊണ്ട് നിങ്ങൾക്ക് ഹാപ്പി അല്ലെങ്കിൽ ദാറ്റ്സ് യുവർ ചോയ്സ്. ഇഫ് യു വോണ്ട് ലീവ് യു ലീവ് ദിസ്. ഇഫ് യു വോണ്ട് ബി വിത്ത് മീ യു ക്യാൻ ബി വിത്ത് മീ. ഇഫ് യു വോണ്ട് കീപ് ദ ഫ്രണ്ട്ഷിപ്പ് യു ക്യാൻ കീപ് ദ ഫ്രണ്ട്ഷിപ്പ്. അതർവൈസ് ദിസ് ഈസ് മൈ തിങ് എന്ന് പറയുമ്പോൾ അവർക്കും ഒരു റെസ്പെക്റ്റ് ഉണ്ടാവും നമ്മളോട്. യെസ് ഓഫ് കോഴ്സ് ഇത് ഈ ബൗണ്ടറി അപ്പോൾ അവർ ചിന്തിക്കും ശരിയാണ്, ഞാൻ ഇതിലും കൂടുതൽ ഞാൻ അവൾ തന്നുകൊണ്ടിരുന്നതിൽ കൂടുതലാണ് ഞാൻ സ്വീകരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിനൊരു അവർക്ക് മനസ്സിലാവും. അത് പറയാനുള്ളൊരു മെച്യൂരിറ്റി നമുക്കുണ്ടാവണം, അത് മനസ്സിലാക്കാനുള്ളൊരു മെച്യൂരിറ്റി നമുക്കുണ്ടാകണം. അപ്പം നോ പറയാൻ എന്തുമാത്രം ടഫാണ്? എനിക്ക് പണ്ട് തൊട്ട് നോ പറയാനൊരു ടഫ്നെസ് ഇല്ല. ഞാൻ പറയാറുണ്ട്, അത് പറ്റില്ല എന്ന് ഞാൻ പറയാറുണ്ട്. ഏറ്റവും അടുത്ത ആൾക്കാരോട് മാത്രമാണ് എനിക്ക് അങ്ങനെ ഒരു നോ പറയാണ്ടൊരു അത് എന്ത് വിചാരിക്കും എന്നുള്ളതല്ല, ഞാൻ എപ്പോഴും ചെയ്തു കൊടുക്കുന്നത്. കാരണം ആ നോ പറയുന്നത് കൊണ്ട് എന്താ പറയുക, എനിക്ക് ചെയ്തു കൊടുക്കാൻ വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ചെയ്തു കൊടുത്തോണ്ടേയിരിക്കും ഏറ്റവും അടുത്തുള്ള ആൾക്കാർക്ക്. അപ്പോൾ നോ എന്ന് പറയേണ്ടത് എൻ്റെ ബാധ്യതയാണ്. അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് നോ എന്ന് പറയുന്നത്. എനിക്കും ഭയങ്കര പ്രശ്നമായിട്ടുള്ള ഒരു അത് കാര്യമാണ് വെരി ഫ്യൂ പീപ്പിൾ, അത് ഈ നോ എന്ന് പറയുന്നത് വെരി ഫ്യൂ പീപ്പിൾ അവരോടത്തെ ഞാൻ ഈ നോ പറയാനുള്ളൊരു ബുദ്ധിമുട്ട് കാണിക്കാറുള്ളൂ. അല്ലെങ്കിൽ സകലമായി ഐ കാൺട്ട് എന്നേ ഞാൻ പറയാറുള്ളൂ. Are you an extrovert or an introvert? എക്സ്ട്രോവേർട്ടിലുള്ള ഇൻട്രോവേർട്ടാണ് ഞാൻ. So you're an ambivert അല്ലേ? അങ്ങനെ എക്സാക്ട്ലി ambivert. അപ്പം you take your time to get along with people. Yes, definitely I take my time. ഒരു ഐസ് ബ്രേക്കിംഗ് സെഷൻ തന്നെ വേണം. ഉണ്ടാവണം. വൺസ് ഐ ഗെറ്റ് ഇപ്പോൾ ഒരു വൈബ് കറക്റ്റായിട്ട് നമ്മൾ സംസാരിച്ച് തുടങ്ങി എനിക്ക് സെറ്റാകുന്ന തോന്നുകയാണെങ്കിൽ പിന്നെ എനിക്ക് ഭയങ്കര ഹാപ്പി ആവും. Talkative ആണോ? Talkative with the people You're close to. Yeah, close. So ഒരു എസ്കേപ്പ് ഫ്രം റിയാലിറ്റി എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി എന്തായിരിക്കും? എസ്കേപ്പ് ഫ്രം റിയാലിറ്റി ഇൻ ദ സെൻസ് ഞാൻ അങ്ങനെ ആൾക്കാരെ ഞാനിപ്പോൾ ഒരു ആൻറ്റി സോഷ്യലായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നൊരു തോന്നലാണ് എനിക്കുള്ളത്. കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ഭയങ്കര പ്രയാസമാണ് എനിക്ക്. അതെയോ? എൻ്റെ സ്പേസിൽ നിന്ന് ഇറങ്ങാൻ എനിക്കൊരു വീട്, പട്ടികൾ, എപ്പോഴും പറയുന്ന പോലെ തന്നെ വീട് പട്ടികൾ, എൻ്റെ സ്പേസിലിരിക്കാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ടോക്സിസിറ്റി പറയുകയാണെങ്കിൽ എന്താണ് ഇപ്പം? what do you feel like what is toxic in a person? There are many. ഒരാൾക്ക് ഒരു നാർസിസിസം ആണെങ്കിൽ വേറൊരാൾക്ക് വേറൊരു തരത്തിലുള്ള ഒരു പ്രശ്നമാണ്. അതൊക്കെ അവരുടെ ചൈൽഡ്ഹുഡിലുണ്ടാവുന്ന പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ മിക്കതും ചൈൽഡ്ഹുഡിലുണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ഇത് വളർന്നു വരുമ്പോൾ കാണിക്കുന്നതും. അവരുടെ തന്നെ ഉത്തരവാദിത്തമാണ് ഈ ചൈൽഡ്ഹുഡിൽ പാരൻ്റിൽ നിന്നുണ്ടാവുന്നതായിരിക്കും, അല്ലെങ്കിൽ വെളിയിൽ നിന്നുണ്ടായത്. അതൊക്കെ മാറ്റാനുള്ള ഒരു എന്താ പറയുക, അതിൻ്റെ ഉത്തരവാദിത്തം അവർക്ക് തന്നെയാണ്. അത് ഈ കെട്ടിപ്പോണ്ടൊന്നും സ്ത്രീകളുടെ ശരീരത്തിലോ അല്ലെങ്കിൽ മനസ്സിലോ അല്ലെങ്കിൽ ചുറ്റും നിൽക്കുന്നവരുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തോ അല്ല ആ ടോക്സിസിറ്റിയുടെ അല്ലെങ്കിൽ ആ ഒരു പെയിൻ കാണിക്കേണ്ടത്. ആ പെയിൻ മാറ്റേണ്ടതും ഹീൽ ചെയ്യേണ്ട ഉത്തരവാദിത്തം അവരുടെ കയ്യിൽ തന്നെയാണ്. അത് അവർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർ സഫർ ചെയ്യും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ കാര്യം, ഈ ടോക്സിസിറ്റി കാണിക്കുന്നവർ ടോക്സിറ്റിയിൽ പെട്ട് എന്താ പറയുക, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ ഏതെങ്കിലും ടൈമിൽ ബാക്കിലോട്ടേക്ക് പോകും. അവരുടെ സ്പേസ് കണ്ടെത്തി അവർ മാറും, അവർക്ക് ഹേർട്ടാവും, അവർ മാറും. പക്ഷേ അവരത് ഹേർട്ടായിട്ട് അവർ മാറി അവർ ഹീൽ ചെയ്യാൻ ശ്രമിക്കും. അവരുടെ ടോക്സിസിറ്റിയുടെ പ്രശ്നം അവർക്ക് അതൊക്കെ ഉണ്ട്. ആ ഒരു ഹേർട്ടും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അവർ ആ സ്പേസിൽ നിന്ന് മാറുകയാണ് ചെയ്യുന്നത്. മാറിക്കഴിഞ്ഞാലും ഈ ടോക്സിക് ആയിട്ടുള്ള ആൾ അവിടെ നിന്നിട്ട് അവർ പിന്നെയും സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ദേ ഡോണ്ട് റിയലൈസ് ദാറ്റ് യുനോ ദേ ആർ സഫറിങ് എന്നുള്ളത്. ഇഫ് ദേ ആർ അത് റിയലൈസ് ചെയ്ത് ആ സഫറിങ് റിയലൈസ് ചെയ്തിട്ട് ആ ടോക്സിസിറ്റി എന്നാണോ ഹീൽ ചെയ്ത് മാറ്റുന്നത്, അപ്പോഴേ അവർക്കും ഒരു ഉയർച്ച അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ഉയർച്ച ഒരു ഹൈ ഉണ്ടാവുള്ളൂ. ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ ഞാൻ നോക്കുമ്പോൾ there are a lot of memes also on Instagram where you say the woman is like teaching the person to become a man. അല്ലെങ്കിൽ mostly the girl is becoming the boyfriend എന്നുള്ള രീതിക്ക്. Means you were getting used to pampering the boys. It was always the other way around. We used to feel protected, feel loved, feel cared. പക്ഷെ ഇപ്പൊ അതല്ല. ഇപ്പൊ തിരിഞ്ഞിട്ട് women are doing the same for the men. It's always for me I believe relationsൽ രണ്ടുപേരും equal efforts ഇടണം എന്നാണ്. It's not like one person should be providing everything. I feel equal space should be given for both of it and both of them should be contributing equally to the relation.
ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ what do you feel, what are the kind of relations that you see? ഇക്വാലിറ്റി എന്നൊരു കാര്യമില്ല. അതൊരു ഭയങ്കര മിഥ്യയായിട്ടുള്ള ധാരണയാണ്. ഈക്വലായിട്ട് നമുക്കൊരു കാര്യം, ഇറ്റ്സ് ഓൾവേസ് ബാലൻസിങ്. True. അപ്പോൾ ഇന്ന് ഞാൻ 70 ഇടുകയാണ്, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഒരു 40 ഇടുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നാളെ ഞാൻ ഒരു 30 ഇടുന്നുണ്ടാവുള്ളൂ, 80 ആയിരിക്കും ഇടുന്ന ആൾ, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഇടുന്നത്. സോ ഇറ്റ്സ് ഓൾവേസ് ദ ബാലൻസിങ് ദാറ്റ് വി ഹാവ് ടു ഡു. എല്ലാ ദിവസവും നമ്മളെ ദിവസം ആയിരിക്കണം എന്നില്ലല്ലോ. അതുകൊണ്ട് ഇപ്പോൾ സ്ത്രീകളാണ് ഒരു മെയിൻ റോളിലേക്ക് വരിക, അത് അങ്ങനെ ചെയ്യേണ്ട കാര്യമല്ല. അങ്ങനെ ഒരു ബാധ്യത എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇമോഷണലി നമുക്ക് എന്തുമാത്രം സപ്പോർട്ട് ചെയ്യാൻ പറ്റും അത്രയും സപ്പോർട്ട് ചെയ്യും നമ്മൾ. അങ്ങനെയാണ് വിമൺ ബിൽഡ് ചെയ്തിരിക്കുന്നത്. മെൻ ആർ യുനോ എന്താ പ്രൊട്ടക്ഷൻ എന്നുള്ളതാണ് അവരുടെ ഒരു നാച്ചുറലായിട്ടുള്ള കഴിവ്. അപ്പോൾ ഇതിൻ്റെ ഈ റോള് മാറ്റി കളിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്താണോ നാച്ചുറലി ചെയ്യാൻ പറ്റുന്ന ആ നാച്ചുറലി ചെയ്യാനുള്ള കഴിവ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്, ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതല്ലാണ്ട് ഞാൻ മെയിൻ റോള് കളിച്ച് എൻ്റെ സ്വഭാവം മാറ്റി വെച്ചിട്ട് ഞാനത് എല്ലാത്തിനെയും പ്രൊട്ടക്റ്റ് ചെയ്യാമെന്ന് പറയുന്നത് എൻ്റെ അസ്തിത്വത്തെ ബാധിക്കുന്ന കാര്യമാണ്. അത് ചെയ്യേണ്ട കാര്യമില്ല. അത് അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കരുത് എന്നേ പറയാൻ പറ്റുള്ളൂ. True. ഇപ്പം when you look at a 20-year-old അഭയ ഹിരൺമയി, എങ്ങനത്തെ ഒരാളായിരുന്നു? ഐ വാസ് നെയ്വ്, ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള, നെയ്വ് ആയിട്ടുള്ള, ജെന്യുവൻ ആയിട്ടുള്ള, മോർ ജെന്യുവൻ ദാൻ ദിസ് ആയിട്ടുള്ള വ്യക്തിയായിരുന്നു. യെസ്. ഇപ്പൊ നിൽക്കുന്ന അഭയക്ക് എന്താണ് കുട്ടിയോട് പറയാനുള്ളത്? നത്തിങ്. വാട്ട് എവർ യു ഹാവ് ഡൺ, ഇറ്റ്സ് ഇപ്പം നിൽക്കുന്ന അഭയനെ വാർത്തെടുക്കാൻ ആ കുട്ടിക്ക് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ബാക്കിലോട്ട് തിരിഞ്ഞു നോക്കി നീ ചെയ്ത തെറ്റാണ്, നീ ചെയ്തത് മണ്ടത്തരമാണ്, പാളിപ്പോയതാണ് ഇല്ല. ദാറ്റ് 20-year-old വിൽ ഇന്ന് ഈ കാലഘട്ടത്തിൻ്റെ മാറ്റം ഉണ്ടാകാം. ഇന്നൊരു 20-year-old ചിലപ്പോൾ എൻ്റെ ഒരു ബെറ്റർ വേർഷൻ ആയിട്ടായിരിക്കും പ്ലേ ചെയ്യുക. പക്ഷേ മിസ്റ്റേക്സും പണികളും നെയ്വ്നെസ്സും ഒക്കെ ആ കുട്ടിയും ചെയ്യും. സോ നത്തിങ് ഹാസ് ടു ബി എന്താ പറയുക, റീഷേപ്പ് ചെയ്യേണ്ട കാര്യമില്ല. അവൾ അന്ന് ആ കാലത്ത് ചെയ്തതെല്ലാം കറക്റ്റായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പൊ പിന്നെ For sure. This episode of Correct You with Sarina is brought to you by Miller Golden Diamonds, crafting elegance in every piece. Visit their collections to experience jewelry that celebrates the art of luxury. ഒരു കുട്ടി ബ്രേക്കിന് ശേഷം we are back. അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് അഭയ ഹിരൺമയി ചേച്ചി നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടിത്തരാമോ? പാടാം. പെട്ടെന്ന് ചോദിക്കുമ്പോൾ மாங்குயில பூங்குயில செய்தி ஒன்று கேளு, உன்ன மாலையிட தேடி வரும் நாள் எந்த நாள். மாங்குயில பூங்குயில செய்தி ஒன்று கேளு, உன்ன மாலையிட தேடி வரும் நாள் எந்த நாள். தொட்டு தொட்டு கண்ணால நான் சுத்தி வந்தேன் பின்னால, தொட்டு தொட்டு கண்ணால நான் சுத்தி வந்தேன் பின்னால. மாங்குயில பூங்குயில செய்தி ஒன்று கேளு, உன்ன மாலையிட தேடி வரும் நாள் எந்த நாள். Wonderful. Thank you so much. Lovely listening to you. ആദ്യമായിട്ടാണ് ലൈവായിട്ട് ചേച്ചിയുടെ പാട്ട് കേൾക്കുന്നത്. വണ്ടർഫുൾ. എന്താണ് ഇനിയുള്ള മ്യൂസിക് പ്രോജക്ട്സ്? മ്യൂസിക് പ്രോജക്ട്സ് എനിക്ക് ഷോസ്, ഐ എം ഡൂയിങ് ഷോസ്, ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്സ്, അതിൻ്റെ ഒരു പെർഫോം ചെയ്യണം എന്നുണ്ട്. ഒരു 6 to 7 സോങ്സ് ഉണ്ടാക്കിയിട്ട് ഒന്ന് പെർഫോം ചെയ്യണം എന്നുണ്ട്. അതർവൈസ് ഐ എം ഡൂയിങ് ഷോസ്. ദാറ്റ്സ് ഇറ്റ്. അങ്ങനെയൊക്കെ പോകുന്നുള്ളൂ. 2025 എന്തെങ്കിലും റെസൊല്യൂഷനോ പ്ലാനോ, ഈ വർഷം ഞാൻ ഇങ്ങനെ ചെയ്യും എന്നുള്ള എന്തെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടോ? ഈ വർഷം ഞാനൊരു കുറച്ച് ഷോസ് അധികം ചെയ്യണം എന്നെനിക്ക് പ്ലാൻ ഉണ്ട്. റെസൊല്യൂഷനായിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല ഒന്നും. ബിക്കോസ് എല്ലാത്തിനും അതിൻ്റെതായ ടൈമാണ്. പക്ഷെ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. മാനിഫെസ്റ്റേഷൻസിലൊക്കെ വിശ്വസിക്കാറുണ്ട്. മാനിഫെസ്റ്റേഷനിലൊക്കെ വിശ്വസിക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യണം. അത് നടക്കുന്ന സമയത്ത് നടക്കട്ടെ. ബട്ട് ദെൻ വർക്കിംഗ് നമ്മളെപ്പോഴും എല്ലാ ദിവസവും ഒരു നമ്മുടെ മനസ്സിലെങ്കിലും ഉണ്ടാവണം. ഈവൻ ഇഫ് യു ആർ ടേക്കിംഗ് എ ബ്രേക്ക് ഓൾസോ, ഒരു വെക്കേഷന് പോവുകയാണെങ്കിലും നമ്മുടെ പോയിന്റിൽ നിന്ന്, നമ്മുടെ അലൈൻമെന്റിൽ നിന്ന് മാറരുത് എന്നുള്ളതുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് പണിയെടുക്കണം. പണിയുടെ റിലീസ് വന്നതിന് ശേഷം ആൾക്കാരിൽ വന്ന റിയാക്ഷൻസും കാര്യങ്ങളും നിങ്ങളിങ്ങനെ പബ്ലിക്കായിട്ട് പോകുമ്പം എങ്ങനെയുണ്ടായിരുന്നു? പ്രൊമോഷൻസിനൊക്കെ അപ്പിയർ ചെയ്തപ്പോൾ ഈ പണി ഇറങ്ങിക്കഴിഞ്ഞിട്ട് പല സ്ഥലത്തും ഞാൻ പോകുന്ന സമയത്ത്
ആൾക്കാരെ വന്ന് ചോദിക്കുന്നത് പണിയിൽ അഭിനയിച്ച വ്യക്തിയല്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അതെനിക്ക് ഞാൻ ഇത്രയും കാലം പാടിയിട്ട് ആൾക്കാർ വന്ന് അഭയരന്മയായി പാട്ട് എനിക്ക് ആ പാട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ പണിന്ന് എനിക്കത് പെട്ടെന്ന് ഇത് ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ അതൊരു Should I be happy or sad എന്നുള്ള സാധനം? ദൈവമേ എന്നെ പാട്ടുകാരിയാണെന്നുള്ളത് മനസ്സിലാക്കുന്നില്ല. ഞാൻ പാട്ടുകാരിയാണെന്ന് പിന്നെ ഞാൻ എടുത്ത് പറയണോ എന്നൊക്കെ തോന്നി. ഐ ഓൾവേസ് വോണ്ട് ടു ബി പാട്ടുകാരിയാണെന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ സന്തോഷം തോന്നാറുണ്ട്. പക്ഷെ ദാറ്റ്സ് ഓക്കെ. സിനിമ എന്ന് പറയുന്ന മാധ്യമത്തിനുള്ള ഒരു ഇമ്പോർട്ടൻസ് ആണ് അവിടെ മനസ്സിലാക്കുന്നത്. അവർ പണി എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടാണ് എന്നെ റിയലൈസ് ചെയ്യുന്നത്. ദാറ്റ്സ് ഓക്കെ, ഫൈൻ. You're happy about Yeah, it? yeah, I'm happy about it. Are you open to experiencing or Definitely, experimenting I'm open to more? experimenting to good roles, but only one thing, എൻ്റെ പാട്ടാണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അതിന് ഡിസ്റ്റർബ് ചെയ്യാത്ത എനിക്ക് പ്രോമിനൻ്റ് ആയിട്ടുള്ള റോൾസ്, അത്രയും വലിയ റോൾസ് ഉണ്ടെങ്കിൽ മാത്രമേ പോയി ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് സമയം കൊടുക്കാനില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാനുള്ള സമയം കൊടുക്കാനില്ല. ഷോസിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം, വർക്കിൽ. ഈ പാട്ടെന്ന് പറയുന്ന ഒരു പ്രോസ്പെക്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട്. പ്രാക്ടീസിങ് ഒക്കെ എങ്ങനെയാണ് അപ്പം പാട്ടിനോട്? ഐ ലിസൺ മോർ. പ്രാക്ടീസിനെക്കാട്ടിലും കുറേ പറയുന്നത് ശരിയല്ല, പ്രാക്ടീസാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പക്ഷേ കൂടുതലും ഞാൻ ലിസൺ ചെയ്യാറാണ് ശ്രമിക്കാറുള്ളത്. അപ്പോൾ ഒരുപാട് കേൾക്കും, പ്രാക്ടീസ് കുറവാണ്. ഓൾറൈറ്റ്. അപ്പൊ ഈ വർഷം ഒരുപാട് ഷോസും പരിപാടികളും എല്ലാം വരട്ടെ. May this year be filled with whatever you want. Thank you so much. I wish the same for you. Thank Have you a so beautiful, much. beautiful year. Thank you so much. Thank you for coming to the show. അപ്പം all right, we will see you in the next show. അപ്പം bye.